ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ സുഖമാണോ? സ്നേഹമുള്ള വൈദികർക്കും അതേപോലെ സിസ്റ്റർമാർക്കും ഫോർമേഷൻ ഉള്ളവർക്കും അതേപോലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും പിന്നെ പ്രായമുള്ളവർക്കും പ്രായം കുറഞ്ഞവർക്കും വിവാഹിതർക്കും അല്ല എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കേട്ടോ. എല്ലാവരും ഓർക്കുന്നു. പ്രത്യേകിച്ച് നാനാജാതി മതസ്ഥരെ പ്രത്യേകം ഓർക്കാണ് കേട്ടോ. നിങ്ങൾക്ക് വചനം കേൾക്കാനും ഈശോയെക്കുറിച്ചൊക്കെ അറിയാനും കർത്താവ് നില കൃപയെ ഓർത്ത് നിങ്ങളെ പ്രതി ഈശോയെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാൻ ദൈവത്തിൻ്റെ കാരണം വലിയ കുഴപ്പമില്ലാതെ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമുക്കൊരു അറിയിപ്പുണ്ട്, പിന്നെ നമ്മുടെ പ്രാർത്ഥനയാണല്ലോ. ഇന്നത്തെ അറിയിപ്പിലാണ് ഏപ്രിൽ മാസത്തിൽ 6-ാം തീയതി മുതൽ 11-ാം തീയതി വരെ സെമിനാരി വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനർ സെമിനാരി അതല്ല, മേജർ സെമിനാരി പഠിക്കുന്നവർ, ഫിലോസഫി തിയോളജി പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അഭിഷേകാനന്ദ സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ വാഴക്കുളത്ത് മിസ്ബ അവരുടെ സെന്ററിൽ വെച്ചിട്ട് പിന്നെ തൊടുപുഴ വാഴക്കുളം കേട്ടോ, മറ്റൊരു വാഴക്കുളം അവിടെ വെച്ചിട്ട് ധ്യാനം നടക്കുന്നുണ്ട്. അത് നമുക്കറിയാം, സെമിനാർ കുറച്ച് പേരെ എടുക്കാൻ പറ്റുള്ളൂ, വളരെ കുറച്ച് സീറ്റുകളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സെമിനാരി വിദ്യാർത്ഥികൾ കേൾക്കുന്നവരുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള സെമിനാരി വിദ്യാർത്ഥികൾക്കൊക്കെ ഞാൻ കാർഡ് നീട്ടൊക്കെ അയച്ചു കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് ബുക്ക് ചെയ്തോളൂ കേട്ടോ. കുറച്ച് പേരെ എടുക്കുള്ളൂ, കാരണം പ്രദേശ ധ്യാനമൊക്കെ മീൻസ് കുറച്ച് പേരെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പ്രൈസ് അല്ലോ. പിന്നെ ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ്. പ്രത്യേകം ഞാൻ ചില നിയമങ്ങൾ വെക്കുന്നുണ്ട്. ആ നിയമങ്ങൾക്കൊക്കെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പം ഞാൻ ഒരു നിയമം സമർപ്പിക്കുകയാണ്. എൻ്റെ ഈശോയെ, അതിനുവേണ്ടി നിങ്ങളങ്ങ് പ്രാർത്ഥിക്കണം കേട്ടോ. ഇതൊക്കെ ഞാൻ അറിയിക്കും, നിങ്ങളെ അറിയിക്കാത്ത ഏർപ്പാടില്ല. പ്രാർത്ഥിക്കാവോ? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതായത് എല്ലാ ദിവസവും ഒരു എത്രയും തെള്ള മാതാവ് എനിക്ക് ചൊല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുതിയ കുടുംബങ്ങളെ അറിഞ്ഞിട്ടില്ല, എന്നാലാണ് ഇതിനകത്ത് ഫുൾ മെമ്പർഷിപ്പ് ആവുള്ളൂ കേട്ടോ. അങ്ങനെ ചെയ്യണം. സ്നേഹം കൂടുതലുള്ളവരൊരു കൊണ്ടാണ്. അല്ലേ ലൂയ്യ. ഞാനിതൊരു പ്രാർത്ഥിക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ടി, കണക്ക് പറയല്ല, സ്നേഹമാണ് കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഇതിലേതാണ് നമ്മൾ ഇല്ലാത്തത് അല്ലെങ്കിൽ ഉള്ളത് എന്നൊക്കെ നോക്കിക്കേ എന്നർത്ഥം വരുന്ന ഒരു തലക്കെട്ടാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പിന്നെ 1 പത്രോസ് 3:8 പറയുന്നത്. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 3:8 അതിനെ വെളിപ്പെടുത്താണ്. അവസാനമായി നിങ്ങളെല്ലാവരും ഹൃദയൈക്യവും അനുകമ്പയും സഹോദര സ്നേഹവും കരുണയും വിനയവും ഉള്ളവരായിരിക്കും. എന്നാൽ ആദ്യം ദമ്പതിമാരുടെ കടമയെക്കുറിച്ചൊരു തലക്കെട്ട് അതിൽ പത്രോസ് വേറെ കാര്യം പറയുന്നു. അടുത്തത് സഹോദരങ്ങളോടുള്ള കടമ. അതിനാണ് പത്രോസ് ലീഹ ഈ വചനം പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആരെങ്കിലും അവസാനമായിട്ട് ഒരു കൺക്ലൂഷൻ പോലെ പറയുകയാണ്. അവസാനമായി നിങ്ങളെല്ലാവരും 1 ഹൃദയൈക്യം, 2 അനുകമ്പ, 3 സഹോദര സ്നേഹം, 4 കരുണ, 5 വിനയം. ഈ 4-5 ഗുണങ്ങളുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. കൊളോസസ് ലേഖനത്തിൽ പറയുന്നുണ്ടല്ലേ, നിങ്ങൾ കാരുണ്യ, ക്ഷമ, ദയ, വിനയം എന്നിവ ധരിക്കുവൻ എന്നൊക്കെ പറഞ്ഞുള്ള വചനമുണ്ട് എന്ന് പറഞ്ഞ പോലത്തെ ഒരു വചനമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്ന് ചോദിക്കുക, ഇപ്പം നിങ്ങൾ നമ്മളൊരു എന്താ പറയുന്നത്, ഒരു എക്സാമിന് വേണ്ടി അല്ലെങ്കിൽ ഒരു വിസ സബ്മിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളൊരു ജോലിക്ക് വേണ്ടി ആപ്ലിക്കേഷൻ വെക്കുമ്പോൾ ആ സർട്ടിഫിക്കറ്റ്, ഈ സർട്ടിഫിക്കറ്റ്, സർട്ടിഫിക്കറ്റ്, മറ്റേ കോഴ്സ് സർട്ടിഫിക്കറ്റ്, പിന്നെ TC, അത് ഇത് അല്ലേ നമ്മൾ വെരിഫൈ ചെയ്യും. ഇപ്പോൾ UK അല്ലെങ്കിൽ ഓസ്ട്രേലിയ, അങ്ങനെ ഓരോ രാജ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പേപ്പർ സബ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാർ ഈ പേപ്പറിലൂടെ നോക്കും. അപ്പോൾ എന്നിട്ട് ഇതില്ലല്ലോ, അപ്പോൾ പറഞ്ഞാൽ അത് കൊടുക്കും അല്ലേ. അങ്ങനത്തെ ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, നമുക്കൊരു ഒരു കുടുംബജീവിതം നന്നായിട്ട് കൊണ്ടുപോകണമെങ്കിൽ, അല്ലെങ്കിൽ സഹോദരങ്ങളുടെ സ്നേഹം നന്നായിട്ട് ഈ 4-5 സാധനം വേണം. 1 അല്ലേ, ഹൃദയൈക്യം. അതിനകത്ത് ഏതാ ഉള്ളതെന്ന് നോക്കിയാൽ. പിന്നെ ഉള്ളതാണ് കാരുണ്യം വേണം, കരുണ വേണം, അനുകമ്പ വേണം, സഹോദര സ്നേഹം വേണം, വിനയം. എളിമയാണ് പുണ്യങ്ങളുടെ ഒരു മകുടം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരനകത്ത് ഏതാ ഉള്ളതെന്ന് നോക്കണം. ഇപ്പോൾ കുട്ടികളോടൊക്കെ ചിലപ്പോൾ സ്കൂളിൽ ചോദിക്കും, കുഞ്ഞുങ്ങളെ ഇന്ന് ചോറ് കൊണ്ടുവന്നൊരു കൈ ഉയർത്തിക്കേ, അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യാത്തൊരു കൈ ഉയർത്തിക്കേ എന്നൊക്കെ പറയുന്ന പോലെ ഇല്ലെങ്കിൽ നടക്കുകയല്ല എൻ്റെ സഹോദരങ്ങളെ. അപ്പം അതുകൊണ്ട് ഉദാഹരണം ഞാൻ പറഞ്ഞപ്പോൾ ഇപ്പം എനിക്ക് കുക്കിംഗ് ഞാൻ അത്ര എക്സ്പേർട്ടല്ല, പക്ഷേ എന്തെങ്കിലും കുറവാണ് എനിക്ക് കണ്ടുപിടിക്കാം. ഇന്ന് ഉപ്പിച്ചൊരു കൂടിയിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഉപ്പിച്ചൊരു ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. എന്തോ ഒരു പ്രശ്നമാണ് വരുന്നത്, എന്തോ ഒരു സാധനം കുറവ്, അത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അത് പ്രത്യേകതയാണല്ലോ എല്ലാവരുടെ എന്ന് പറയുന്നത് പോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഇതിനകത്ത് ഈ 4-5 സാധനത്തിൽ ഏതാ കുറവുള്ളൂ എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ഒന്ന് ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്താലാണ് ഈ കുടുംബജീവിതം മുന്നോട്ട് പോകുള്ളൂ, സഹോദര സ്നേഹവും ബന്ധങ്ങളൊക്കെ മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ ഏതാ ഉള്ളത് ഇല്ലെന്ന് നോക്കുക കേട്ടോ. കാരണം കാണാതെ പഠിക്കണം കേട്ടോ, കാണാതെ പഠിക്കണം. പിന്നെ കൊളോസസും വേണമെന്ന് കാണാതെ പഠിച്ചു. കൊളോസസ് 3 കാണും കേട്ടോ. കർത്താവ് 3 കൊളോസസ് മൊത്തം ഒന്ന് വായിച്ചോ. അല്ലേ ലൂയ്യ. കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ. കൂടെയുണ്ട്, സ്നേഹം കൂടെയുണ്ട്, പ്രാർത്ഥന കൂടെയുണ്ട് കേട്ടോ.
ഇപ്പൊ ഒരു മണിയടി കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വഴി സൈഡിൽ നിൽക്കുന്ന അതിന്റെയാണ് കേട്ടോ. നമുക്ക് സ്തുതിക്കാം. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവായ ദൈവമേ, ഇവരുടെ കർത്താവ് സ്നേഹത്തോടെയുള്ള പ്രാർത്ഥന, തീക്ഷണത എല്ലാം ഓർത്ത് നന്ദി പറയുക. എല്ലാ പൈശാചികശക്തികളും അന്ധകാര ശക്തികളെയും ശല്യങ്ങളെ, ബാധകളെ, ബോധങ്ങളെ, തടസ്സങ്ങളെ, ദുർദ്ദേശങ്ങളെ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ചുവട്ടിലേക്ക് ആട്ടിപ്പായിക്കുന്നു. കർത്താവിന്റെ കൃപ, കർത്താവിന്റെ കരുണ നിങ്ങൾ ഓരോരുത്തരും അത് നിറയട്ടെ. കർത്താവ് എല്ലാ പൈശാചികശക്തികളും യേശു നാമത്തിൽ ബന്ധിക്കുന്നു, തടസ്സങ്ങൾ യേശു നാമത്തിൽ ബന്ധിക്കുന്നു. ദൈവത്തിന്റെ കൃപ നിങ്ങളെ ശക്തമായിട്ട് താങ്ങട്ടെ. ഓ കർത്താവായ ദൈവമേ, ഇവർ ഓരോരുത്തരുടെ ആവശ്യങ്ങളിൽ കർത്താവായ ദൈവമേ, സ്വർഗത്തിന്റെ സഹായം, കർത്താവെ, പ്രാർത്ഥനാ സഹായമൊക്കെ ആവശ്യമുള്ളവരുണ്ടല്ലോ കർത്താവെ. അതുകൊണ്ട് കർത്താവ് ഇപ്പോൾ ഇവർ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുരോഹിതന്റെ ആശീർവാദത്തെ വേണം, ദൈവത്തിന്റെ ഒരു കൃപ വേണം. അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് കൊടുക്കണം കർത്താവെ. ദൈവമേ, മനസ്സറിഞ്ഞ് ഇവരെ കുടുംബങ്ങളെ, ഇവരുടെ നിയോഗങ്ങളെയും ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.